Hello and welcome to Easy Learn 365 Business Research Method classes. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ബിസിനസ് റിസർച്ച് മെത്തേഡ് സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡാറ്റ പ്രോസസ്സിങ്ങിനെ സംബന്ധിച്ചാണ്. നമ്മൾ ഡാറ്റ കളക്ഷനെ സംബന്ധിച്ചും സാമ്പിളിങ്ങിനെ സംബന്ധിച്ചും ഒക്കെ കഴിഞ്ഞ സെഷൻസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ക്ലാസ്സുകൾ കേട്ടിട്ടില്ലാത്തവർ അത് കേട്ടതിന് ശേഷം തിരിച്ചു വരിക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നമ്മുടെ കയ്യിൽ സാമ്പിളിങ്ങിൽ കൂടെ കിട്ടുന്ന ഡാറ്റ അല്ലെങ്കിൽ സെൻസസ് മെത്തേഡിൽ കൂടെ കിട്ടുന്ന ഡാറ്റ അത് ഒരു റോ ടൈപ്പാണ്. അല്ലെങ്കിൽ അതിനെ കൊണ്ട് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം, അതിനെയാണ് ഡാറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അതുപോലെ അത് മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും, ഡിസ്പ്ലേയിങ് എങ്ങനെ സാധിക്കും, അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ സെഷനിൽ ഉടനീളം ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും ചെയ്താൽ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ദ റോ ഡാറ്റ കളക്ടഡ് ഫ്രം ദ ഫീൽഡ് ഹാസ് ടു ബി പ്രോസസ്ഡ് ആസ് ലേ ഡൗൺ ഇൻ റിസർച്ച് പ്ലാൻ. റിസർച്ച് പ്ലാനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് അതിനെ മാറ്റണം. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ റോ ഡാറ്റ ആർ നോട്ട് അമെൻഡബിൾ ടു അനാലിസിസിന് നമുക്ക് അതേ രീതിയിലുള്ള റോ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനെ പ്രോസസ്സ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് മാറുകയുള്ളൂ. ആൻഡ് ദ പ്രോസസ്സിംഗ് ഈസ് ആൻ ഇന്റർമീഡിയറി സ്റ്റേജ് ബിറ്റ്വീൻ ദ കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് ദെയർ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഡാറ്റ കളക്ഷനും അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ പ്രോസസ്സിങ്ങിന് പ്രധാനമായും ഈ കാണുന്ന 5 സ്റ്റേജുകളാണുള്ളത്. 1 എഡിറ്റിംഗ്, 2 കോഡിംഗ്, ദെൻ ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ ആൻഡ് ഗ്രാഫിക് പ്രസന്റേഷൻ. ഈ 5 കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം എഡിറ്റിംഗ് എന്താണെന്ന് നോക്കാം. എഡിറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ഡാറ്റ കളക്റ്റഡ് ത്രൂ വേരിയസ് മെത്തേഡ്സ് ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആൻഡ് കറക്റ്റ് ദം ഫോർ ഫർദർ അനാലിസിസ്. നമ്മൾ ക്വസ്റ്റ്യനെയറൊക്കെ കൊടുത്ത് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും പല ക്വസ്റ്റ്യൻസും ഇൻകംപ്ലീറ്റ് ആയിരിക്കും, ആൻസേഴ്സ് വന്നിട്ടുണ്ടാവില്ല. ചിലത് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, ചിലതിൽ ചില തെറ്റുകൾ ഉണ്ടാവാം. ഒരേ ക്വസ്റ്റ്യന് ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് കൊടുത്തിരിക്കാം. ഇങ്ങനെയുള്ള എറേഴ്സ് ആൻഡ് ഒമിഷൻസ് നമ്മൾ കണ്ടെത്തുന്ന ഒരു സ്റ്റേജാണ് എഡിറ്റിംഗ്. ഈ എഡിറ്റിംഗിൽ കൂടെ നമ്മൾ കടത്തിവിട്ടില്ലെങ്കിൽ ഫർദർ പ്രോസസ്സിന് നമുക്ക് വളരെയധികം ഡാറ്റ എറേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. One should ask the following questions as part of the initial data screening. നമ്മൾ താഴെ കാണുന്ന ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കണം. 1. Are the responses eligible or readable? നമുക്ക് കൃത്യമായും വായിച്ചെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ ആണോ, ആ രീതിയിലാണോ ഇത് തന്നിരിക്കുന്നത്? Are all important questions answered? എല്ലാ പ്രധാനപ്പെട്ട സ്റ്റാർ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തോന്ന് നമ്മൾ നോക്കണം. Are the responses complete? എല്ലാ ഉത്തരവും കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടോ? Are all relevant contextual informations included? Date, time, place എന്നുള്ളതായ കോണ്ടെക്സ്റ്റൽ ആയിട്ടുള്ള ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഇനീഷ്യൽ സ്ക്രീനിങ്ങിന് ശേഷം നമ്മൾ എഡിറ്റിംഗിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദ എഡിറ്റർ ഷുഡ് ഫെമിലറൈസ് വിത്ത് എ കോപ്പി ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ദ ഇന്റർവ്യൂവേഴ്സ്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂവേഴ്സിന് കൊടുത്തതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച്, എങ്ങനെയാണത് മാർക്ക് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതായ ഗൈഡ് ലൈൻസ് എഡിറ്റ് ചെയ്യുന്ന ആൾ വായിക്കണം. ദ ഒറിജിനൽ എൻട്രി ഈസ് if found incorrect should not be destroyed or erased. On the other hand, it should be crossed out in such a manner that it is still legible. നമുക്ക് ഏതെങ്കിലും തെറ്റായ ഉത്തരം കണ്ടു എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ പൂർണ്ണമായും എടുത്ത് തള്ളിക്കളയുകയല്ല, സംശയാസ്പദമായിട്ടുള്ള നിലയിൽ അതിനെ മാറ്റിവെച്ച് പിന്നീട് അത് ഫർദർ റെഫറൻസിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. Any modifications to the original entry by the editor must be specifically indicated. ആൻസർ തന്ന ആള് തന്നതിന് വിപരീതമായിട്ടുള്ള നമ്മൾ എഡിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണം. All completed schedules must bear the signature of the editor and the date. നമ്മൾ ഓരോ ക്വസ്റ്റ്യനെയറും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനിടയിൽ എഡിറ്റ് ചെയ്ത ആളുടെ
സിഗ്നേച്ചറും ഡേറ്റും നമ്മൾ കൊടുത്തിരിക്കണം. അത് നമ്മൾ ചെക്ക് ചെയ്ത ക്വസ്റ്റ്യനെയർ ആണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. Incorrect answers to the questions can be corrected only if the editor is absolutely sure of the answer, otherwise leave it as such. നമുക്ക് തെറ്റായ ഉത്തരമാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഉത്തരം അറിയാമെങ്കിൽ മാത്രമേ നമ്മളത് എഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് ആൻസർ ചെയ്തിട്ടില്ല എന്ന നിലയിൽ തന്നെ അതിനെ വിടേണ്ടി വരും. ഇൻകൺസിസ്റ്റന്റ്, ഇൻകംപ്ലീറ്റ് ഓർ മിസ്സിംഗ് ആൻസേഴ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരം എഴുതി പിന്നീട് ഉത്തരം എഴുതിയിട്ടില്ല, അതുപോലെ തന്നെ ഒരു ഉത്തരത്തിൽ തന്നെ ഉത്തരം കംപ്ലീറ്റ് ആയിട്ടില്ല, ചില ഉത്തരങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. ഇത്തരം ക്വസ്റ്റ്യനേഴ്സ് ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. See that all numerical answers are converted into the same units. ഇപ്പോൾ ചില കാര്യങ്ങൾ തന്നെ നമ്മളൊരു വെയിറ്റിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ കിലോഗ്രാമിൽ പറയും, മറ്റ് രാജ്യങ്ങൾ പൗണ്ടിൽ പറയും, പല രീതിയിൽ പറയും. കറൻസി അതുപോലെ ഓരോ രാജ്യത്തിന്റെയും കറൻസി പല രീതിയിലായിരിക്കും പറഞ്ഞിരിക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഏതെങ്കിലും ഒരു രാജ്യത്തെ കറൻസിയിലേക്കോ അല്ലെങ്കിൽ വെയിറ്റിന്റെ കിലോഗ്രാമിലോ അല്ലെങ്കിൽ പൗണ്ടിലേക്കോ ഒക്കെ നമ്മൾ അതുപോലെ തന്നെ ലിറ്റർ ആണെങ്കിൽ അത് മില്ലി ലിറ്റർ ആണെങ്കിൽ അതിനെ ലിറ്റർ, അങ്ങനെ പല രീതിയിലുള്ള യൂണിറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു സെയിം യൂണിറ്റിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു എഡിറ്റർ ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് കോഡിംഗ്. രണ്ടാമത്തെ പ്രോസസ്സാണ് ഡാറ്റ പ്രോസസ്സിംഗിൽ കോഡിംഗ് എന്ന് പറയുന്നത്. Coding is a process by which response categories are summarized by numericals or other symbols to carry out subsequent operations of data analysis. നമ്മൾ വേർഡ്സിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ആൻസേഴ്സിനെ അതിനെ നമ്പറിലേക്ക് മാറ്റുന്ന രീതിയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വേർഡ്സ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല. ആ വേർഡ്സിനെ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡാറ്റ അനാലിസിസ് പോസിബിൾ ആവുള്ളൂ. കോഡിംഗ് ഇൻവോൾവ്സ് 2 tasks. ഡിസൈഡിങ് ദ കാറ്റഗറീസ് ടു ബി യൂസ്ഡ്. ഏതൊക്കെ കാറ്റഗറീസ് ആണ് ഉപയോഗിക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജെൻഡർ എന്നുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് 2 കാറ്റഗറി ഉണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ. ആൻഡ് അസൈനിങ് ഇൻഡിവിജ്വൽ കോഡ്സ് ടു ദം. ഇപ്പോൾ ജെൻഡറിൽ മെയിൽ ആൻഡ് ഫീമെയിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മെയിലിന് നമുക്ക് 1 എന്ന് കൊടുക്കാം, ഫീമെയിലിന് നമുക്ക് 2 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മെയിലിന് 0 എന്ന് കൊടുക്കാം, ഫീമെയിലിന് 1 എന്ന് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമ്പറിങ് കൊടുക്കാം. അപ്പോൾ ആ നമ്പർ കോഡിംഗ് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ രണ്ടാമതായിട്ട് തീരുമാനിക്കേണ്ടത്. നമ്മളിവിടെ കാണുന്ന ഒരു കോഡിംഗ് ഷീറ്റാണ്. കോഡിംഗ് ഷീറ്റിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബ്രാൻഡ് ടൈപ്പുകളാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് ബ്രാൻഡ് ടൈപ്പ് ഉണ്ട്, ഹൗസ് ബ്രാൻഡ് ഉണ്ട്, ഫാമിലി ബ്രാൻഡ് ഉണ്ട്, ഇൻഡിവിജ്വൽ ബ്രാൻഡുകളുണ്ട്. ആ ബ്രാൻഡിൽ തന്നെ ഓരോ ബ്രാൻഡിന്റെയും വിശദമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റൈലാണ്. ദ ഓൺലി ബ്രാൻഡ് ടൈപ്പ്, പ്രൊമിനൻ്റ്ലി വിസിബിൾ ടൈപ്പ്, ബാലൻസ്ഡ്, സ്ട്രോങ് എൻഡോഴ്സർ, വീക്ക് എൻഡോഴ്സർ, ലിങ്ക്ഡ്, ടോക്കൺ എൻഡോഴ്സർ, ഓൺലി ഡിസ്ക്ലോസ്ഡ്, നോട്ട് ക്ലോസ്ഡ്, ഇങ്ങനെ പല രീതിയിലുള്ള സ്കോറിങ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നീട് വരുന്ന ഇൻഫർമേഷൻ ഇവിടെ ആൾക്കാർ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ കോർപ്പറേറ്റ് ടൈപ്പിൽ ഓൺലി വൺ ബ്രാൻഡ് ടൈപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിന് 8 എന്നുള്ള സ്കോർ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഹൗസ് ബ്രാൻഡ് ടൈപ്പിൽ ബാലൻസ്ഡ് ആണെന്ന് കാണിക്കുന്നെങ്കിൽ നമ്മൾ 6 എന്നായിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ ടിക്കറ്റതിന് പകരം നമ്മൾ അതിനെ നമ്പറിലേക്ക് മാറ്റുന്ന രീതിയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. ഇവിടെ ഒക്യുപ്പേഷൻ ടൈപ്പ്, ഒക്യുപ്പേഷൻ അവർ സ്റ്റുഡൻ്റ് ആണോ വർക്കിംഗ് ആണോ. അപ്പോൾ ചിലപ്പോൾ സ്റ്റുഡൻറ് എന്നുള്ളതിന് 1 ആണെങ്കിൽ വർക്കിംഗ് എന്നുള്ളതിന് 2 ആയിരിക്കാം. അങ്ങനെ പല രീതിയിൽ കൊടുക്കാം. വെഹിക്കിൾ നമ്പർ, കിലോമീറ്റർ, അതുപോലെ മാരിറ്റൽ സ്റ്റാറ്റസ്, അൺമാരിഡ്, മാരീഡ്. അൺമാരിഡ് ചിലപ്പോൾ 1 ആയിരിക്കാം, മാരിഡ് ചിലപ്പോൾ 2 ആയിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ നമ്പറിങ് കൊടുക്കുന്ന രീതിയാണ് നമുക്ക് ഡാറ്റ കോഡിംഗ്. ഇത് നമ്മൾ എക്സൽ ഉപയോഗിച്ചോ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ ഒക്കെ ഡാറ്റ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ അനിവാര്യമാണ് ഇങ്ങനെ നമ്മൾ കോഡിംഗ് കൊടുക്കേണ്ടത്. കോഡിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗിവ് ഈച്ച് റെസ്പോണ്ടന്റ് എ കോഡ് നമ്പർ ഫോർ ഐഡന്റിഫിക്കേഷൻ. എല്ലാ റെസ്പോണ്ടന്റിനും ഒരു കോഡ് നമ്പർ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ആൻഡ് പ്രൊവൈഡ് കോഡ് നമ്പർ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ കോഡ് നമ്പർ കൊടുത്തിരിക്കണം. All respondents including don't know, no opinion, etc. are to be coded. ഇതൊന്നും പോസിറ്റീവായ ആൻസർ അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കോഡ് ചെയ്യാതിരിക്കരുത്. ഇതിനെല്ലാം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നമ്പറിങ് കൊടുത്തിരിക്കണം. Assign additional codes to partially coded questions. For example, if there are
if there is an opinion any others specify is a partially called question. അങ്ങനെ ക്വസ്റ്റ്യൻ കൊടുക്കാം. പല ബ്രാൻഡുകൾ നമ്മളിപ്പോൾ സോപ്പിന്റെ പല ബ്രാൻഡുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തു, പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ. പക്ഷെ ഇതൊന്നും അല്ലാതെ ഉപയോഗിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദിക്കാം എനി അതേഴ്സ് സ്പെസിഫൈ എന്ന് കൊടുക്കാം. അത് പാർഷ്യലി കോഡഡ് ആണ്. അപ്പൊ പാർഷ്യലി കോഡഡ് ആണെങ്കിൽ പോലും അതിന് നമ്മളൊരു അഡീഷണൽ കോഡ് കൊടുക്കണം, ഒരു നമ്പർ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ഇത്തരം കാര്യങ്ങളാണ് കോഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊന്നാണ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ എഡിറ്റിംഗ് പഠിച്ചു, കോഡിംഗ് പഠിച്ചു, ഇനി നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. Classification is the process of reducing a large mass of data into homogeneous groups for meaningful analysis. അപ്പോൾ ഇവിടെ കോഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്കിനി വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിനെ നമുക്ക് ഒരേ സ്വഭാവത്തിലുള്ള കാര്യങ്ങളെ ഒരേ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇതിനെ അനാലിസിസിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ രൂപത്തിലുള്ള കാര്യങ്ങളെ ഒരേ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തും. പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, ജനറലി ഡാറ്റ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വൺ ഓർ മോർ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ വൺ ഓർ മോർ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ആയിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ ക്ലാസിഫിക്കേഷൻ ഓൺ ജിയോഗ്രഫിക്കൽ ബേസിസ്. In this type of classification, the data are collected from different places are placed in different classes. For example, income for different states may be classified under different heads on the basis of geographical arrangements or patterns. For example, ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ, പല സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോ പല സ്റ്റേറ്റുകളിലുള്ള ആളുകളുടെ ഇൻകം എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് ആയിട്ട് അവരുടെ ഇൻകം നമ്മൾ ക്ലാസിഫൈ ചെയ്യും. സ്റ്റേറ്റ് ആണ് അവിടെ ഒരു പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഏത് സ്റ്റേറ്റിൽ പെടുന്ന ആള്, ഇൻകം അല്ല അവിടെ പ്രധാനം, സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് ജോഗ്രഫിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പീരിയോഡിക്കൽ ബേസിസ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഡാറ്റ ബിലോങ്ങിങ് ടു എ പർട്ടിക്കുലർ ടൈം ഓർ പീരീഡ് ആർ പുട്ട് അണ്ടർ വൺ ക്ലാസ്. ഫോർ എക്സാമ്പിൾ, ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് വേരിയസ് പീരീഡ്സ് may form the subject of the study. In such a study, the rise in income that has taken place in 2 years shall be classed in groups on the basis of years. പല പല വർഷങ്ങളിലായിട്ട് ഇൻകത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതിൽ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവിടെ ഇയറിന്റെ അടിസ്ഥാനത്തിൽ എത്ര പുരോഗതി, ഓരോ വർഷവും എത്ര പുരോഗതി ഉണ്ടായി എന്ന് കാണിക്കാൻ സാധിക്കും. ഇതെല്ലാം തന്നെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡാറ്റയ്ക്ക് പുറത്തുള്ള, അതായത് ഇൻകം ഡാറ്റയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. എന്നാൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അതിൽ ഒന്നാമത്തത് അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് ആണ്. In this type, data are classified on the basis of some attributes and characteristics like sex, education, income. ഇത് നമ്മളുടെ ഡാറ്റയുടെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഡാറ്റയിൽ തന്നെ ഉള്ള ആളുകളുടെ സെക്സിന്റെയും എഡ്യൂക്കേഷന്റെയും ഇൻകത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആട്രിബ്യൂട്ട്സ് ആണ്. ആൻഡ് വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം. Here the data are classified according to some characteristics that can be measured. മെഷറബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം. ലൈക്ക് ഹൈറ്റ്, വെയിറ്റ്, ഏജ്, പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിൽ വേരി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെഷറബിൾ ആയിട്ടുള്ള വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് വേരിയബിൾസിനെ തന്നെ കാറ്റഗറൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ജെൻഡർ ആണ് വേരിയബിൾ ആയിട്ട് വരുന്നെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് ജെൻഡറാണ് നമ്മൾ എടുക്കുന്നത്. സെക്സ് തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടാവും. എഡ്യൂക്കേഷൻ തന്നെ പല രീതിയിലുണ്ടാവും. ഇൻകം തന്നെ പല ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതിനാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാബുലേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ടാബുലേഷൻ നോക്കാം. ടാബുലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ക്ലാസിഫൈഡ് ഫാക്ട്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. നമ്മൾ പല കാറ്റഗറീസ് ആയിട്ട് നമ്മൾ തിരിച്ചു, പല കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്തു. എന്നാൽ ഇതിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട്, കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ റോസ് ആൻഡ് കോളംസ് ടേബിളിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുന്ന പ്രോസസ്സിലെയാണ് ടാബുലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പലതരത്തിലുള്ള ടേബിൾസ് ഉണ്ട്. ഒന്നാമത്തതാണ് സിമ്പിൾ ടേബിൾ. Here the data are presented for only one variable or characteristics. ഇവിടെ നമ്മൾ കാണുന്നത്
നമ്പർ ഓഫ് കാർസ് എക്സ്പോർട്ടഡ്, ഇതാണ് ഒരു വേരിയബിൾ. ഈ വേരിയബിളിനെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ടേബിളാണ്. പല വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്, പല വർഷങ്ങളിലും എക്സ്പോർട്ട് ചെയ്യപ്പെട്ട കാറുകളുടെ വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ ഒരു വേരിയബിൾ മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ടേബിൾസ് ആണ് സിമ്പിൾ ടേബിൾസ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് ടേബിൾസ് ഉണ്ട്. കോംപ്ലക്സ് ടേബിൾ മേ കണ്ടെയ്ൻ ഡാറ്റ പെർട്ടൈനിങ് ടു മോർ ദാൻ വൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് റെപ്രസെന്റ് ചെയ്യുന്ന ടേബിൾ ആണ് കോംപ്ലക്സ് ഡാറ്റ എന്ന് പറയുന്നത്. ഇഫ് ദ സ്റ്റഡി ഈസ് റിലേറ്റഡ് ടു മോർ ദാൻ ടു വേരിയബിൾ, it is called a multivariate analysis, and there may be two-way tables, three-way tables and manifold tables. ഈ മൂന്ന് തരത്തിലുള്ള ടേബിൾസ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കാണാം. ഒന്ന് വൺ വേ ടേബിൾ ആണ്. വൺ വേ ടേബിൾ നമ്മൾക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമ്മളുടെ സിമ്പിൾ ടേബിളുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. ഒരേ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് വൺ വേ ടേബിൾ. ടു വേ ടേബിളിലേക്ക് വരുമ്പോഴാണ് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ഇവിടെ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, ഗ്രാജുവേറ്റ്സ് ആൻഡ് നോൺ ഗ്രാജുവേറ്റ്സ്, അതോടൊപ്പം തന്നെ ബോയ്സ് ആൻഡ് ഗേൾസ്. ഇപ്പൊ രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിച്ച് നമ്മൾ കാണുന്ന ടേബിൾസിനെയാണ് നമ്മൾ ടു വേ ടേബിൾസ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ത്രീ വേ ടേബിൾസിലേക്ക് വരുമ്പോൾ മൂന്ന് തരത്തിലുള്ള കാറ്റഗറീസ് അവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ ജെൻഡർ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് തിരിച്ചു. അതോടൊപ്പം തന്നെ അതിനെ തന്നെ രണ്ടായി തിരിക്കുകയാണ്, അണ്ടർ 18 ഇയേഴ്സ് ആൻഡ് എബവ് 18 ഇയേഴ്സ്, ഇങ്ങനെ രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിക്കുക. അപ്പൊ ത്രീ വേ ടേബിളാണ്. അപ്പൊ ജെൻഡർ ഉണ്ട്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് നമ്മൾ കാണിക്കണം. ഇനി മാനിഫോൾഡ് ആണ്. മൂന്നിൽ കൂടുതലൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോൾ മാനിഫോൾഡ് ടേബിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ബോയ്സ് ആൻഡ് ഗേൾസ് കൊടുത്തിരിക്കുന്നു, റൂറൽ ആൻഡ് അർബൻ രണ്ട് കാറ്റഗറി, റൂറൽ ബോയ്സ് ആൻഡ് റൂറൽ ഗേൾസ്, അങ്ങനെ അർബൻ ബോയ്സ് ആൻഡ് അർബൻ ഗേൾസ് അങ്ങനെ തിരിച്ചിരിക്കുന്നു. അതിൽ തന്നെ മാരീഡ് ആൻഡ് അൺമാരീഡ്, ഇങ്ങനെ കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് വരുമ്പോൾ അവിടെ മാനിഫോൾഡ് ടേബിൾ ആയിട്ട് നമ്മൾ കാണിക്കും. അപ്പൊ ഇവിടെ ഡാറ്റയെ ഏറ്റവും സിമ്പിളായിട്ട് കുറേ പേജസിൽ എഴുതേണ്ടുന്ന ഒരു ഡാറ്റയെ വളരെ സിമ്പിളായിട്ടൊരു ടേബിളിലേക്ക് മാറ്റിയാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അല്ലെങ്കിൽ ഒരു ടേബിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഒരു ടേബിളിന് കൃത്യമായി നമ്പർ ഉണ്ടായിരിക്കണം. എല്ലാ ടേബിളിനും കൃത്യമായി നമ്പർ ഉണ്ടായിരിക്കണം, ടേബിൾ നമ്പർ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ടൈറ്റിൽ ഉണ്ടായിരിക്കണം, കൃത്യമായി എന്താണോ ആ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു വർക്കേഴ്സ് ആൻഡ് നോൺ വർക്കേഴ്സ് ബൈ ജെൻഡർ ആൻഡ് ലൊക്കേഷൻ എന്നുള്ളതാണ് ടൈറ്റിൽ. നമ്മൾ എന്താണോ ടേബിളിൽ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് കാണാം സ്റ്റെപ്സ് എന്ന് പറയും. നമ്മുടെ റോയിന്റെ ഹെഡിങ്സിനെയാണ് നമ്മൾ സ്റ്റബ് എന്നുകൊണ്ട് അർത്ഥമാക്കും. റോ ഹെഡിങ്സിനെയാണ് ഇവിടെ കാണുന്ന റൂറൽ, അർബൻ, ഓൾ, ഇതൊക്കെയാണ് നമ്മൾ സ്റ്റബ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കോളം ഹെഡ്സിനെയാണ് നമ്മൾ ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. ലൊക്കേഷൻ, ജെൻഡർ, വർക്കേഴ്സ്, നോൺ വർക്കേഴ്സ്, ടോട്ടൽ, ഇതൊക്കെയാണ് കോളം ഹെഡിങ്സ്. ഇതിനെ ക്യാപ്ഷൻ എന്ന് പറയും. റോ ഹെഡിങ്സിനെ സ്റ്റബ് എന്നും കോളം ഹെഡിങ്സിനെ ക്യാപ്ഷൻ എന്നും പറയും. അതുപോലെ തന്നെ യൂണിറ്റ്സ് നമ്മൾ കൊടുക്കണം. ഇത് ക്രോറിലാണോ, ലാക്സിലാണോ, റുപ്പീസിലാണോ, ഡോളറിലാണോ എന്ന് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇതാണ് മെയിൻ ബോഡി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഡാറ്റ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന കോളംസിലെല്ലാം തന്നെ നമ്മൾ ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് എല്ലാം ടേബിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടിയിൽ സോഴ്സ് നോട്ട് കൊടുക്കണം. സോഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നമുക്ക് ഡാറ്റ കിട്ടിയത്. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ആണെങ്കിൽ നമുക്കതിനെ സാമ്പിൾ എന്നോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്നോ എഴുതാം. അല്ല എങ്കിൽ നമ്മൾ സോഴ്സ് കാണിക്കേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ എടുത്തത് കൃത്യമായി മെൻഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് റിസർച്ച് വായിക്കുന്ന, സ്റ്റഡി വായിക്കുന്ന ഒരാൾക്ക് കൂടുതലായി ഇത് ചെക്ക് ചെയ്യാനും കൂടുതൽ റെഫറൻസ് എടുക്കാനും അതൊരു കാരണമാകും. അതോടൊപ്പം തന്നെ ഫുട് നോട്ട് കൊടുക്കുക. നമ്മൾ ടേബിളിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഷോർട്ട് വേർഡ് അബ്രിവേഷൻസ് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻസ് നമുക്കിവിടെ കൊടുക്കാൻ കഴിയും. ഫിഗേഴ്സ് ആർ റൗണ്ടഡ് ടു നിയറസ്റ്റ് ക്രോർ. അപ്പോൾ ഇവിടെ അതാണ് ഫുട് നോട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 16.97 ഒക്കെ ആണെങ്കിൽ ഇതിനെ 17 ആക്കിയിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ 17 ക്രോറിലേക്ക് മാറ്റാൻ കാരണം നിയറസ്റ്റ് ക്രോറിലേക്ക് മാറ്റിയെന്നുള്ള. അപ്പൊ അങ്ങനെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്താൽ ആളുകൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇപ്പം എൽ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ അല്ലെങ്കിൽ ജി എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. എൽ എന്ന് പറഞ്ഞാൽ ലൊക്കേഷനാണ്, ജി എന്ന് പറഞ്ഞാൽ ജെൻഡർ ആണ്. അങ്ങനെയൊക്കെയുള്ള അബ്രിവേഷൻസിന് നമ്മൾ എക്സ്പാൻഷൻസ് കൊടുത്ത് നമ്മൾ കൊടുക്കും. ഇതാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്.
ഗ്രാഫുകൾ എന്ന് പറയുന്നതാണ് അടുത്തത്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ഗ്രാഫുകൾ. നമ്മൾ ടേബിളിൽ കൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ അതിനെ ഗ്രാഫിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോസസ്സാണ്. ഡാറ്റ പ്രോസസ്സിങ് കഴിഞ്ഞു നമ്മുടെ ടേബിളേഷൻ കൂടെ. പക്ഷെ അതിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന മെത്തേഡാണ് ഗ്രാഫുകൾ എന്ന് പറയുന്നത്. ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ഓഫ് വിഷ്വൽ പ്രസൻറ്റേഷൻ ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഏറ്റവും അധികം ആളുകൾ അട്രാക്ട് ചെയ്യുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളതും ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ തന്നെയാണ്. പലതരത്തിലുള്ള ഗ്രാഫുകളുണ്ട്. ഒന്ന് ചാർട്ട്സ് ഓർ ലൈൻ ഗ്രാഫ്സ്, അതുപോലെ ബാർ ചാർട്ട്സ് ഉണ്ട്, സർക്കിൾ ചാർട്ട്സ് ഓർ പൈ ഡയഗ്രാംസ് ഉണ്ട്, പിക്ടോഗ്രാംസ് ഉണ്ട്. നമ്മളിവിടെ സ്റ്റഡിക്ക് വേണ്ടി ഇതിലും ധാരാളം പലതരത്തിലുള്ള ചാർട്ട്സ് നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, സ്റ്റഡിയുടെ നേച്ചർ അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അങ്ങനൊരു റെസ്ട്രിക്ഷൻ ആ തരത്തിലില്ല. ചില ചാർട്ടുകൾ പരിചയപ്പെടുത്തുന്നു, ഗ്രാഫുകൾ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലൈൻ ഗ്രാഫുകൾ, ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് നമ്മൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ വരുന്ന ലൈൻ ഗ്രാഫ്സ്. ഇവിടെ സെയിൽസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലെ സെയിൽസിനെ കുറിച്ചുള്ള ലൈൻ ഗ്രാഫ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഡൗൺവേർഡ് ആണോ അപ്വേർഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ബാർ ചാർട്ടുകൾ, ലാർജസ്റ്റ് കമ്പനീസ് ഓഫ് 2009 ബൈ റവന്യൂവിന്റെ അടിസ്ഥാനത്തിൽ വലിയ കമ്പനികളെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ബാറുകളായിട്ട്, ഓരോ ബാറുകളായിട്ട് അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഓരോ കമ്പനികളുടെയും റവന്യൂ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ കമ്പനി ഏതാണ് എന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളൊരു റെപ്രസെൻറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാർ ചാർട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്കാണ് ഏറ്റവും നമുക്ക് ബാർ ചാർട്ട്സ് ഉപയോഗിക്കാവുന്നത്. ഇത് ഒരേ ഒരു വേരിയബിളെ തന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈൻ ഗ്രാഫ്സ് ഉപയോഗിക്കാൻ പറ്റുക. എന്നാൽ ഒരു വേരിയബിൾ തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കണമെങ്കിൽ ബാർ ചാർട്ട്സ് ആണ് ഏറ്റവും നല്ലത്. ഇനി ഒന്നാണ് പൈ ഡയഗ്രാംസ്. ഒരൊറ്റ വേരിയബിളിൽ തന്നെ പല ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പൈ ഡയഗ്രാംസ് റെപ്രസെൻറ്റ് ചെയ്താൽ ഓരോന്നും എത്ര ശതമാനം വന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഏറ്റവും വലുത് ഏതാണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ കളറിൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് കൊടുത്താലാണ് നമുക്കിവിടെ അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ മനസ്സിലാവുകയുള്ളൂ. മറ്റൊന്നാണ് പിക്ടോഗ്രാംസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ബ്ലഡ് ടൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള ബ്ലഡ്, ടൈപ്പ് എ, ടൈപ്പ് ബി, എ ബി, ഒ ബ്ലഡ് ഗ്രൂപ്പുകളാണ്. അതിൽ ഒരു ഗ്രൂപ്പിൽ എത്രത്തോളം ആളുകൾക്ക് ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് ബി എന്നൊക്കെ ഉള്ളത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ പിക്ചറിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഈ ഒരു ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡിന്റെ ഒരു തുള്ളി എന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത് 5 ആളായിട്ടാണ്. ഒരു ഡ്രോപ്പ് കൺസിഡർ ചെയ്യുന്നത് 5 ആളായിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ടൈപ്പ് എ ബി ആണെങ്കിൽ ഇവിടെ 2 എണ്ണം കാണുമ്പോൾ 10 പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ 6 എണ്ണം കാണുമ്പോൾ 30 പേരുണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ 6 എണ്ണം കാണുമ്പോൾ 30 എണ്ണം, 5 എണ്ണം കാണുമ്പോൾ 25 എണ്ണം, ഇവിടെ 2 എണ്ണം കാണുമ്പോൾ 10 എണ്ണം എന്ന് മനസ്സിലാക്കാം, ഇവിടെ 7 എണ്ണം കാണുമ്പോൾ 35 എണ്ണം എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്ത് പ്രസന്റ് ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് പിക്ടോഗ്രാംസ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഡാറ്റ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേയിങ് എന്ന് നമുക്കറിയാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ പ്രോസസ്സിങ് വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ, ഓൾ ബട്ടണും ഇനേബിൾ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ഈസി ലേൺ 365. താങ്ക് യു.